ഹലോ സുഹൃത്തുക്കളെ, ആരും തട്ടി മാറ്റി പോലെട്ടാ. പ്ലീസ് ഇതൊന്ന് കേൾക്കണം. പ്ലീസ് എല്ലാവരും കേൾക്കണം ട്ടാ. നമ്മളെല്ലാവരും ദാനധർമ്മങ്ങൾ ചെയ്യണതാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നതാണ്, പല രൂപത്തിലും സഹായിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മൾ ജക്കാത്ത് കൊടുക്കുന്നതാണ്, പല രൂപത്തിലും സക്കാത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആരും കുറ്റം പറയല്ല. ഒരിക്കലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ മുന്നിൽ വന്ന് കൈ നീട്ടുന്ന ആൾക്കാരെ ഫോട്ടോ വീഡിയോ എടുക്കരുതിട്ടാ. ഞാൻ ഇന്നൊരാളൊരു വീഡിയോ കണ്ട്, അയാളെ അയാൾക്ക് എന്തോ കുറച്ച് പൈസ കൊടുത്തതിന് ശേഷം ആ ആള് അയാളെ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ അയാൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഫോട്ടോ എടുത്തത്, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ മുന്നിൽ യാചിക്കാൻ വന്നത് എൻ്റെ ഗതികോട് കൊണ്ടല്ലേ. ഞാൻ എൻ്റെ കുടുംബക്കാരൊക്കെ നല്ല പൈസ ഉള്ളവരും നല്ല പ്രാപ്തിയുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഇത് കാണുമ്പോൾ അവർക്കതൊരു കുറച്ചിലല്ലേ. എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പാവപ്പെട്ട ആള്, നിങ്ങൾ ദയവ് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാളാണ്ട് കരഞ്ഞു. കാര്യമല്ല, അയാൾ വിഷമം കണ്ട് ഇതാക്കി. ആ വീഡിയോ ഞാൻ കണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മൾ മറ്റുള്ളവർ പല ആൾക്കാരും ഉണ്ടാവും, പല ഇതിലും പെട്ട ആൾക്കാരും ഉണ്ടാവും. ചിലപ്പം എന്താ പറയുക, ഒരു നിവൃത്തിയും ഇല്ലായിട്ട് നമ്മളെ മുന്നിൽ വന്നിട്ട് യാചിക്കുന്ന ആൾക്കാരാവും. അപ്പോൾ അവരൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ചിലപ്പോൾ ഇതേ പറഞ്ഞ മാതിരി തന്നെ അവരുടെ കുടുംബക്കാരും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നല്ല ഫാമിലിയും ഒക്കെ ആവും. ഒരാൾ ചിലപ്പോൾ അതിൽ പാവപ്പെട്ട ആളുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് അത് നമ്മളിപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് വിഷമാവും. അപ്പോൾ അതുപോലെ ഒരാളും ചെയ്യാതിരിക്കുക. പിന്നെ നമ്മളെ മുന്നിൽ കൈ നീട്ടുന്നത് അത്രയും ഗതികെട്ടതുകൊണ്ടാണല്ലോ ഒരാൾ വന്നിട്ട് കൈ നീട്ടിയിട്ട് ചോദിക്കുന്നത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് വിചാരിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുതിട്ടാ. അത് എൻ്റെ ഒരു അറിവ് വെച്ച് പറയാണ്. പിന്നെ പലരും ഉണ്ടാവും, പല പല രൂപത്തിലുള്ള ആൾക്കാരുണ്ടാവും, ഇതിലും പാവപ്പെട്ട ആൾക്കാരുണ്ടാവും. ചിലപ്പം പാവപ്പെട്ടവരെല്ലാവരും അറിയും, ഒരുവിധം നടുത്തരത്തിൽപ്പെട്ട ആൾക്കാരെ വിഷമങ്ങൾ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കൂല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടൽ എങ്ങനെയെന്ന് വിചാരിച്ചിട്ടിരിക്കണ ഒരുപാട് വ്യക്തികളുണ്ടാവും. ചിലപ്പോൾ നല്ല വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷേ അവർക്കും ഉണ്ടാവും ചിലപ്പം പല രോഗങ്ങളും പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ സഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ എങ്ങനെ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് കൈ നീട്ടുക എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരൊക്കെ സഹായിക്കുക. ഇൻഷാ അള്ളാ, എനിക്ക് കണ്ടപ്പോൾ വിഷമം തോന്നിയതുകൊണ്ട് പറഞ്ഞാണ്. ആരും ഒന്നും വെറുപ്പൊന്നും വിചാരിക്കരുതിട്ടാ.